ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെയാണ് ഒരു മാസം കൊണ്ട് 7000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ്. അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഷോർട്സ് വീഡിയോ ആണ് നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് പെട്ടെന്ന് കൂടും. പ്രത്യേകിച്ച് റിലേറ്റബിൾ ഷോർട്സ് ആണ്, അതായത് റിലേറ്റബിൾ വീഡിയോസ് ഉണ്ടല്ലോ, കുറെ റിലേറ്റബിൾ കണ്ടന്റ്സ് ഉണ്ടല്ലോ. ഞാൻ ഒരു ടൈമിൽ ഇട്ടിരുന്നത് മുഴുവൻ റിലേറ്റബിൾ കണ്ടന്റ്സ് ആണ്, റിലേറ്റബിൾ ഷോർട്സ് ആണ്. അതിൽ നിന്നാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത്. നമ്മളിപ്പോ ലോങ് വീഡിയോസ് ആണ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് എങ്ങനെയായാലും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനൊന്നും പോണില്ല. അത് നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ബഡ്ഡിംഗ് യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങളുടെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ലിമിറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഈ ഷോർട്സ് ഇടലാണ്. അതും ഏത് ടൈപ്പ് ഷോർട്സ് ഇട്ടാലും നമുക്ക് ഇതുപോലെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു മിനി വ്ലോഗ് ഇട്ടു, അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇട്ടു, അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടുകൊണ്ടൊന്നും നമുക്ക് വേണമെങ്കിൽ ഒരു 5-6 സബ്സ്ക്രൈബർ കൂടും എന്നല്ലാതെ ഇത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സബ്സ്ക്രൈബർ കൗണ്ട് ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ഇതാണ് റിലേറ്റബിൾ ഷോർട്സ് ഇടുന്നത്. ഞാൻ ഒരു ടൈമിൽ എന്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ മില്യൺ കണക്കിന് കിട്ടുന്നതും എന്റെ ഒരു ഷോർട്സിന് തന്നെയാണ്, ഇതുപോലെ റിലേറ്റബിൾ ഷോർട്സ് ഇട്ടേനാണ്. പക്ഷെ ആ ഒരു ഷോർട്സിൽ നിന്ന് എനിക്ക് കാര്യമായിട്ട് ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ഉണ്ടായില്ല കേട്ടോ. കാരണം അതിന് എനിക്കിപ്പോ 2.2 മില്യൺ വ്യൂസ് കിട്ടി. പക്ഷെ ഇപ്പോഴും അതിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 256 ആൾക്കാരാണ്, 256 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഷോർട്സ് ഇട്ടു. ഇത് വെറും കണ്ടന്റ് അല്ല, എന്റെ അനുഭവമാണെന്ന് പറഞ്ഞിട്ട്. അതാണ് ശരിക്കും എനിക്ക് ക്ലിക്കായി എന്ന് പറയാം. അതിന് വ്യൂസ് അധികം പോയിട്ടില്ല, വെറും 8 ലക്ഷം കിട്ടിയിട്ടുള്ളൂ, മില്യൺ പോലും കടന്നിട്ടില്ല. മറ്റേ വീഡിയോക്ക് 2.2 മില്യൺ ആയിട്ടോ, എന്നിട്ടാണ് ഞാൻ 256 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഒരു ഷോർട്സിന് 8 ലക്ഷം വ്യൂവേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 3200 ആണ്. 3200 അടുത്ത സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടി. അതിൽ നിന്നാണ് എന്റെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായത്. ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുന്നേ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വെറും 400 ആയിരുന്നു. 400-ൽ നിന്ന് എനിക്ക് ഈ ഒരൊറ്റ വീഡിയോ തന്നെ എനിക്ക് 3200 സബ്സ്ക്രൈബേഴ്സിനെ നേടിത്തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് റിലേറ്റബിൾ ഷോർട്സ് ഇട്ട് തുടങ്ങിയപ്പോൾ ഓരോരോ ഷോർട്സിലും എനിക്ക് ഇതുപോലെ 500, 600, 700 സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു മന്ത് കൊണ്ട് തന്നെ എനിക്ക് 1 അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 7000-ൽ എത്തിയിരുന്നു. അതിന്റെ ഒരു റീസൺ ഞാൻ ഈ റിലേറ്റബിൾ ഷോർട്സ് ഇട്ടതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഷോർട്സ് ഇട്ടതുമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൺസിസ്റ്റൻസി വേണം. അല്ലാതെ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടു പിന്നെ ഇനി അടുത്ത ആഴ്ചയിൽ ഇടാമെന്ന് വിചാരിച്ചാലൊന്നും നമുക്ക് ഇതുപോലെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടില്ല. കാരണം യൂട്യൂബ് നമ്മളെ റെക്കമെൻഡേഷനിൽ എത്തിക്കില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതെന്റെ അനുഭവമാണ്, കണ്ടന്റ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോർട്സിന് എനിക്ക് 3200 സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ കുറച്ച് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള നമുക്ക് സങ്കടം ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടന്റ് ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടും, നമുക്ക് നല്ല വ്യൂ കിട്ടും, നല്ല സബ്സ്ക്രൈബേഴ്സ് കിട്ടും, വാച്ച് അവർ എല്ലാം നമുക്ക് കിട്ടും. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നീട് അതുപോലത്തെ വീഡിയോസ് ഇടാതിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ ടൈമിൽ നടന്നതും കോളേജ് ടൈമിൽ നടന്നതും ആയിട്ടുള്ള സങ്കടമുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കയ്യിൽ കണ്ടന്റ് ആക്കി ഇടാൻ. പക്ഷെ പറയില്ലേ, ഇമോഷൻ വിറ്റ് കാശാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ ഇടാതിരുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി, നമ്മുടെ സങ്കടങ്ങൾ എപ്പോഴും ആൾക്കാർ മനസ്സിലാക്കും. അങ്ങനത്തെ ആൾക്കാര്, ഇപ്പൊ ആള് ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഇതുപോലെ സങ്കടങ്ങളുള്ള ഒരു കുട്ടിയാണ്, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സ് പതുക്കെ കയറ്റി വിടും. കാരണം അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പറയുന്നത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അന്ന് എനിക്ക് ആ ഒരു വീഡിയോക്ക് എനിക്ക് തോന്നുന്നു, ആ വീഡിയോക്കാണോ അതോ ഈ 2.2 മില്യൺ കിട്ടിയ വീഡിയോക്കാണോ എന്നറിയില്ല, 1 ലക്ഷത്തിൽ കൂടുതൽ ലൈക്സ് കിട്ടിയിട്ടുണ്ട്, ഒരു 500-ൽ കൂടുതൽ കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോക്ക്, ഈ ഇത്തിരി സങ്കടമുള്ള ആ ഒരു വീഡിയോക്ക് ഷോർട്സിന് വന്ന കമന്റുകളൊക്കെ ഈ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതായത് ഒരുപാട് പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് അവരൊക്കെ അത് വീഡിയോ ലൈക്ക് ചെയ്തതും അവരൊക്കെ എന്റെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും. അപ്പൊ നിങ്ങൾ ഇത്തിരി ഇമോഷണൽ ആയിട്ടുള്ള നടന്നിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, അല്ലാതെ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസ് അല്ല പറഞ്ഞത്. അങ്ങനത്തെ കണ്ടന്റ് നിങ്ങൾ ഇടുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് നല്ല വ്യൂസ് ഒക്കെ കിട്ടും. പക്ഷെ ഞാൻ അതിനത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല.
എനിക്കങ്ങനെ നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു സൈഡ് സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിക്കുന്നതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അന്ന് ആ ഒരു വീഡിയോ ഇട്ടത് തന്നെ അത് ആക്ച്വലി അന്ന് ആ വീഡിയോയിൽ തമ്മനയിൽ നിന്നാണ് ആൾക്കാർക്ക് കിട്ടിയത്. ഇപ്പൊ ഞാൻ തമ്മനയിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് റിലേറ്റബിൾ എന്ന് മാത്രം ചോദിച്ച് ഞാൻ ആ വീഡിയോ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ അത് അത്ര ശ്രദ്ധിക്കില്ല. ബട്ട് ഇതെന്റെ അനുഭവമാണെന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്കാരത് നോട്ടീസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് ഷോർട്സ് ഇടാണെന്നുണ്ടെങ്കിലും അതിന്റെ ക്യാപ്ഷൻ, അതായത് അതിന്റെ ടൈറ്റിൽ ഉണ്ടല്ലോ, അത് നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറഞ്ഞ പോലെ ഇതിനിപ്പോ ഞാൻ റിയാലിറ്റി ചെക്ക് അല്ലെങ്കിൽ ഇത് റിലേറ്റബിൾ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോ ആരും തുറന്നു പോലും നോക്കില്ല. ഞാൻ ഇട്ട ഒരു ടൈറ്റിൽ തന്നെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ആൾക്കാരത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പൊ നിങ്ങൾ ഏത് ഷോർട്സ് ഇടുമ്പോഴും, അതിപ്പോ ഇതെന്നല്ല ഞാൻ പറഞ്ഞ, വേറെ ഏത് റിലേറ്റബിൾ ഷോർട്സ് ഇടുകയാണെങ്കിലും, അതല്ല ഇനി നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫോ എന്ത് ഷോർട്സ് ഇടുകയാണെങ്കിലും ആ ടൈറ്റില് ഇതിൽ അട്രാക്റ്റീവ് ആയിട്ട് ആൾക്കാർ ക്യാച്ച് ചെയ്യായിരിക്കും. ആൾക്കാർ പെട്ടെന്ന് ഇത് എന്താ സംഭവം എന്ന് വിചാരിച്ചത് ഓപ്പൺ ചെയ്യണം എന്നുള്ള പോലത്തെ ടൈറ്റിൽ വേണം ഇടാൻ. അതുപോലെ തമ്മനെയിൽ, ഷോർട്സിൽ ഇപ്പൊ തമ്മനെയിൽ ഇടാൻ പറ്റുള്ളൂ. തമ്മനെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോർട്സിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് ഇടാൻ പറ്റുമല്ലോ. അപ്പോ നിങ്ങളുടെ ഷോർട്സ് വീഡിയോയിൽ ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ തമ്മനെയിലായിട്ട് ഇടേണ്ടത്. കാരണം അങ്ങനെ ഒരു ഫോട്ടോ കണ്ട ഇതാണ് സംഭവം എന്ന് വിചാരിച്ച ആൾക്കാർക്ക് അത് ഓപ്പൺ ചെയ്യാൻ തോന്നും. അപ്പൊ ഞാൻ എന്റെ അതിനുശേഷം ഇട്ടിട്ടുള്ള പല ഷോർട്സിലും ഞാൻ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ആ ഒരു വീഡിയോയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇതെന്താ സംഭവം എന്ന് ആലോചിക്കും എന്നുള്ള ഫോട്ടോ ആണ് ഞാൻ എടുത്ത് തമ്മനെയിലാക്കി ഇടുന്നത്. അപ്പൊ അത് ആൾക്കാർ ക്ലിക്ക് ചെയ്യാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു മാസം കൊണ്ട് തന്നെ ഈ 400-ൽ നിന്ന് ഒരു 7000 സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുത്തത്. ഒന്ന്, നമ്മുടെ ടൈറ്റില് അട്രാക്റ്റീവ് ആയിരിക്കണം. 2, നമ്മുടെ ഇടുന്ന ചെറിയ തമ്മനെയിലാണെങ്കിലും അത് കുറച്ച് ക്യാച്ചി ആയിരിക്കണം. 3, കൺസിസ്റ്റൻസി ഈസ് ദ കീ. കാരണം നമ്മൾ ഒരു മാസം വേണ്ട, ഒരു 2 മാസം നിങ്ങൾ ഷോർട്സ് ഇട്ടു എന്ന് വിചാരിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരാഴ്ച ഗ്യാപ്പ് എടുത്താലുണ്ടല്ലോ, നിങ്ങൾ എത്ര ഉയർത്തിക്കൊണ്ടുവന്നു അത്രയും തന്നെ യൂട്യൂബ് നിങ്ങളെ താഴ്ത്തിയിടും. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് ഇത്രയും മില്യൺ കണക്കിന് വ്യൂസ് ഒക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇടുന്ന ഞാൻ എല്ലാ വീഡിയോയ്ക്കും നല്ല റെക്കമെൻഡേഷൻ പോവായിരുന്നു. എനിക്ക് 50,000 40,000 അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു. ബട്ട് പിന്നെ ഞാൻ വീണ്ടും എനിക്ക് മടി തോന്നി. 1-2 മാസം ഞാൻ ഗ്യാപ്പ് എടുത്തു. പിന്നെ യൂട്യൂബ് എന്നെ അവിടെ താഴ്ത്തിയിട്ടു. പിന്നെ എനിക്കധികം വ്യൂസ് കിട്ടുന്നില്ല. പിന്നെ ഞാനിനി വീണ്ടും ഇപ്പൊ ഉയർത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വാച്ച് അവർ അല്ല ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യണേ, സബ്സ്ക്രൈബേഴ്സിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണേന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും ഷോർട്സിനെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. അതും നല്ല നല്ല ഷോർട്സ് ഇടുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷോർട്സ് ഇടുക. ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കുമെന്നുള്ള ഷോർട്സ് ഇടുക. അതല്ലാതെ നിങ്ങളുടെ വീട്ടിലിപ്പോ നിങ്ങൾ ഇന്ന് ഈ ഫുഡ് ഉണ്ടാക്കി അതുണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ പോയി എന്നൊക്കെ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാനൊന്നും ആൾക്കാരും ഉണ്ടാവില്ല. കാരണം ഈ ടൈപ്പ് ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം നമ്മളൊക്കെ ബിഗിനേഴ്സ് ആണ്. നമ്മുടെ ഇങ്ങനത്തെ ഷോർട്സ് ഒന്നും കാണാൻ ആൾക്കാരുണ്ടാവില്ല. മറിച്ച് വളരെ മില്യൺ ഫോളോവേഴ്സ് ഉള്ള, മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള ആൾക്കാരാണ് ഇത് ഇടണേന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് വ്യൂസും ലക്ഷക്കണക്കിന് കമന്റ്സും ലക്ഷക്കണക്കിന് ലൈക്സും ഒക്കെ കിട്ടും. കാരണം അവർക്ക് അവരെ നന്നായിട്ട് അറിയാം. അവർ എന്തിട്ടാലും, അവരിപ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കാതെ നിൽക്കുന്ന വീഡിയോ ഇട്ടാലും അവർക്ക് വ്യൂസ് ഉണ്ടാവും, അവർക്ക് റീച്ച് കിട്ടും. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഷോർട്സ് ഇട്ടതുകൊണ്ട് ഞാനിപ്പോ വെള്ളം കോരാൻ പോവുകയാണ്, ഇന്നത്തെ ഞാൻ ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാലൊന്നും നമുക്ക് വ്യൂസ് കയറില്ല. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് കേട്ടോ ഈ റിലേറ്റബിൾ ഷോർട്സ് എന്ന് പറഞ്ഞാൽ. റിലേറ്റബിൾ ഷോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് 8-year-old me, ഞാൻ ചെയ്ത കാര്യം അങ്ങനെ എന്റെ അക്കൗണ്ടിൽ തന്നെ കയറി നോക്കിയാൽ കാണാം. ഒരുപാട് റിലേറ്റബിൾ വീഡിയോസ് ഉണ്ട്. നിങ്ങളുടെ ലക്ഷ്യം സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും ഈ ഷോർട്സിനെ, റിലേറ്റബിൾ ഷോർട്സിനെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെയാണ് ലക്ഷ്യം വെക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാം. സബ്സ്ക്രൈബേഴ്സ് ആക്ച്വലി ഒരുപാട്, ഇപ്പൊ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയില്ലെങ്കിലും നമുക്ക് നല്ലൊരു സബ്സ്ക്രൈബർ കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമുക്ക് കൊളാബറേഷൻസ് കിട്ടാൻ തന്നെ, ഞാനിപ്പോ പല കൊളാബറേഷൻസിന്റെ ഫോം ഫില്ല് ചെയ്യുമ്പോഴും അവര് പെയ്ഡ് കൊളാബറേഷൻ ആണെന്നുണ്ടെങ്കിൽ അവര് 10K ഒക്കെ പറയുന്നുണ്ട്. 10K 15K ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് പറയുന്നുണ്ട്. ഒന്ന് കൊളാബറേഷന് വേണ്ടി നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബർ കൗണ്ട് ഉണ്ടാവണമെങ്കിലും ഇതുപോലെ ഷോർട്സ് ഒക്കെ ഇട്ട് സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടുക. ഇനി അതല്ല, ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ 1000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടും 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് കംപ്ലീറ്റ് ആവാത്ത ഒരുപാട് പേരുണ്ടാവും. കാരണം ലോങ് വീഡിയോ ഇട്ടോണ്ടൊന്നും നമ്മളെ പോലെയുള്ളവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല. സോ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളവർക്ക് നിങ്ങൾ എന്തായാലും ഷോർട്സ് ഇപ്പൊ തന്നെ ഈ റിലേറ്റബിൾ ഷോർട്സ് എന്തായാലും ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും കംപ്ലീറ്റ് ആവട്ടെ. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ ഉപകാരമുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.
ബൈ ബൈ.